കഴിഞ്ഞ 2-3 മാസം കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ തുറന്ന തിയേറ്റർ സ്ക്രീനുകളുടെ എണ്ണം നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാമോ? 14 സ്ക്രീനുകളാണ് ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ചെയ്തത്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ കുന്ദമംഗലം പാലക്കൽ മാളിൽ 3 സ്ക്രീൻ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റീഗൽ സിനിമാസ് റെനോവേഷൻ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ ഒരു 3 സ്ക്രീൻ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ പലാക്സി സിനിമാസിന്റെ 8 സ്ക്രീനാണ് ഓപ്പൺ ചെയ്തത്. അപ്പൊ അതിന്റെ കൂടെ ഒരു 3 സ്ക്രീൻ കൂടെ ആഡാകാൻ പോവുകയാണ് 14 നിന്നും 17ലേക്കുള്ള കുതിച്ചു കയറ്റം. അപ്പോ ഏത് തിയേറ്റർ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡിലുള്ള RP ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിൽ വരുന്ന ബ്ലൂ ഡയമണ്ട് മാളിലാണ് ഏറ്റവും പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. 3 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആകാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് നമ്മുടെ RP ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിൽ വരുന്ന ബ്ലൂ ഡയമണ്ട് മാൾ ഓപ്പൺ ചെയ്തത്. അപ്പൊ ഈ 2024 മാർച്ചോട് കൂടിയിട്ട് പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോ ഏത് ബ്രാൻഡാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മിറാജ് സിനിമാസ് ആണ്. അപ്പൊ ഈ മിറാജ് സിനിമാസ് എന്ന് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണെന്നുണ്ടെങ്കിലേ അതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ട് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൾട്ടിപ്ലക്സ് ബ്രാൻഡാണ് നമ്മുടെ മിറാജ് സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 കൂടിയാണ് അവർ ഫിലിം എക്സിബിഷൻ മേഖലയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ 15 സംസ്ഥാനങ്ങളിലായിട്ട് മൊത്തം 176 സ്ക്രീനാണ് നമ്മുടെ മിറാജ് സിനിമാസിന് ഇപ്പോൾ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ 250 സ്ക്രീനിന് മുകളിലേക്ക് കൂട്ടാനാണ് മിറാജ് സിനിമാസിന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന മിറാജ് സിനിമാസിന്റെ തിയേറ്റർ നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത്. അപ്പൊ സ്പെക്ക് തിയേറ്ററുകാർ പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ അതിന് നമുക്ക് അറിയാമായിരുന്നു ലേസർ പ്രൊജക്ഷൻ എന്തായാലും വരും, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് വരും എന്നുള്ള കാര്യം അവർ മുൻപേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെക്ക് പറഞ്ഞേക്കുന്നത് 4K പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസോട് കൂടിയ ഒരു സ്ക്രീൻ ഉണ്ട്. അതുപോലെ തന്നെ 2K പ്രൊജക്ഷനും ഡോൾബി 7.1 കൂടിയ സ്ക്രീനും നമ്മുടെ മിറാജ് സിനിമാസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്നാണ് തിയേറ്ററിന്റെ ഓപ്പണിംഗ്, അതാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമ്മുടെ ബ്ലൂ ഡയമണ്ട് മാളിന്റെ ഇൻസ്റ്റാ പേജിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാണ് ചോദിക്കുവാണെങ്കിൽ ഈ മാർച്ച് മാസം 8-ാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മുടെ ബ്ലൂ ഡയമണ്ട് മാളിലെ മിറാജ് സിനിമാസ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 14 സ്ക്രീനിൽ നിന്നും 17 സ്ക്രീൻ ഈ ഒരു 2-3 മാസം കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ തിയേറ്റർ മഴ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടിക്കറ്റിംഗ് പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേടിഎം ആണെന്ന് തോന്നുന്നുണ്ടോ. പേടിഎമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മിറാജ് സിനിമാസ് കാലിക്കറ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബുക്കിംഗ് ഷോയിൽ ഇതുവരെ അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല. മിക്കവാറും പേടിഎം തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു ടിക്കറ്റിംഗ് പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതെ അടുത്ത ആഴ്ച എന്തായാലും ഒരുപാട് സിനിമകൾ റിലീസ് ആവാനായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആടുജീവിതവും പിന്നെ ഒരുപാട് മലയാള സിനിമകൾ ആവേശം അങ്ങനെ കുറെ അധികം സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു തിയേറ്ററിൽ കാണാൻ പറ്റും. അപ്പൊ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർ തിയേറ്ററിന് ഒരു വലിയ സപ്പോർട്ട് കൊടുക്കുക. നല്ല തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ വളരെ ഗംഭീരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ തിയേറ്റർ മുമ്പോട്ട് പോട്ടെ.